ഹലോ ഗൈസ്, വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എന്തൊക്കെ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമാണ്? എവിടെ എല്ലാവരും? ഹായ് 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 ഹായ്. എന്റെ മക്കൾ ആദ്യം തന്നെ എല്ലാവരും ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ. സർ കമന്റ് ബോക്സ്. യെസ്, എന്റെ മക്കൾ എല്ലാവരും ആദ്യം ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ. എനിക്ക് എല്ലാവരെയും കാണണം. മക്കളെ, നിങ്ങൾ ക്യാമറ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ. എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച്, എല്ലാവരും ക്യാമറ ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തേ. അപ്പൊ നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സെറ്റ് ആണല്ലോ. യെസ് 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 യെസ്. സോ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അഫ്രാദ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാത്സ് സബ്ജക്റ്റിന്റെ ടീച്ചറാണ്. സാറേ മാത്സോ എന്ന് പറയുന്നവരുണ്ടോ? എടാ, ഞാനൊന്ന് ചോദിക്കട്ടെ മക്കളെ, ഐ ലവ് മാത്സ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ മാത്സ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എല്ലാവരും ലവ് ഇമോജി ഇട്ടെ. കമന്റ് ബോക്സിൽ എല്ലാവരും ലവ് ഇമോജി ഇട്ടെ. കമോൺ. യെസ്. എവിടെ ആർക്കും ഇഷ്ടല്ലേ? എന്നാ മാത്സ് ഡിസ്ലൈക്ക് ഉള്ളവർ എല്ലാവരും ഡിസ്ലൈക്ക് ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത്, ഡിസ്ലൈക്ക് ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. യെസ്, ഗോഡ്വിൻ ഇഷ്ടമാണ്. ഗോഡ്വിൻ കെ അഗിയേഷ്. ഫ്രിദക്കുട്ടിക്ക് ഇഷ്ടമാണ്. ഫ്രിദ മറിയം. ഓക്കെ, സോ നമുക്ക് ഒരാൾ വിളിക്കാം സാർ. ഓക്കെ സാർ, നമുക്ക് ഒരാൾ വിളിക്കാം. യെസ്, ലിയോൺ. ഹായ് ലിയോൺ. ഹായ്, ഇയാൾ കേൾക്കുന്നുണ്ടോ? യെസ്, ചേതക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. ലിയോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹായ്. എവിടെയാണ് വീട് ലിയോൺ കുട്ടിയുടെ? എവിടെയാണ് വീട്? അത് എവിടെയാണ്? ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? കോട്ടയം. ഓക്കേ, സോ നിനക്ക് മാത്സ് ഇഷ്ടമാണോ? കുഴപ്പമില്ല. അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെയാണോ? 10ൽ എത്ര മാർക്ക് കൊടുക്കാം? 10ൽ മാത്സിന് എത്ര മാർക്ക് കൊടുക്കാം ലിയോണെ? 5, 6, 6 മാർക്ക്. അപ്പൊ എന്തോ ഒരു കാര്യമായിട്ടൊരു കുഴപ്പമുണ്ട്. ഓക്കെ, സോ ഒന്നോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. സോ ഞാൻ മാത്സ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ കുറെ ആൾക്കാർ ലൈക്ക് ബട്ടൺ അല്ലെങ്കിൽ ലവ് ഇമോജി തന്നോ, കുറെ ആൾക്കാർ ഡിസ്ലൈക്ക് ബട്ടൺ തന്നു. മാത്സ് അവിടെ കുറച്ച് സമയം അവിടെ ഒന്ന് ഞാൻ മാറ്റി നിർത്തട്ടെ. മാത്സ് അവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ മക്കളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എടാ, എനിക്കൊരു വീട് നിർമ്മിക്കണം. ഓക്കെ, എനിക്കൊരു വീട് നിർമ്മിക്കണം. അപ്പൊ ഞാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ. സാർ, നമുക്ക് ഒരാളെ വിളിക്കാം. സാർ, ജുവാന കുട്ടി. ഹായ്. എടാ ജുവാനക്കുട്ടി, ക്യാമറ പിടിക്കേണ്ടത് ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചേ. ഇപ്പൊ എന്നെ നന്നായിട്ട് കാണുന്നുണ്ടോ? അപ്പൊ ഇതേപോലെയാണ് ക്യാമറ പഠിക്കേണ്ടത്. ഓക്കെ, യെസ്. ജുവാനക്കുട്ടി ഒരു വീട് എടുക്കണമെങ്കിൽ ജുവാനക്കുട്ടി ആദ്യം എന്ത് ചെയ്യണം? ബാക്കിയുള്ള എല്ലാവരും കമന്റ് ചെയ്തോ. എന്ത് ചെയ്യും? പൈസ സമ്പാദിക്കും. പൈസ ഒക്കെ നിനക്ക് റെഡിയായി, ഞാൻ പൈസ തന്നു. ഓക്കെ, എന്നിട്ട് പൈസ ഞാൻ നിനക്ക് തന്നു. എന്നിട്ട് അതെ, വേഗം പോയിട്ട് വീട്ടിന് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ, പിന്നെ ബ്രെഡ്, അങ്ങനെയാണോ? പിന്നെന്താ വേണ്ടേ? വീടിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. പറ. അപ്പൊ നിന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? ആദ്യം വീടെടുക്കാൻ എന്താ ചെയ്തത്? സാധാരണ എന്താ ചെയ്യാറ്? പറ. കത്തുകൾ എഴുതും. ആദ്യം എനിക്കൊരു വീട് വേണം, എന്നിട്ട് സാർ ഒരു വീട് തരണം, അങ്ങനെയാണോ കത്താണോ എഴുതി കൊടുക്കുന്നത്? പിന്നെന്താ? പറ. ഒരു കട്ട വെക്കും, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? കല്ല് അല്ലേ മക്കളെ? ഒരു കല്ല് വേണം അല്ലെ? ആദ്യം തന്നെ എന്റെ മക്കളെ ആദ്യം ഒരു പ്ലാൻ വേണം. പിന്നെ നമുക്കൊരു സ്ഥലം സെറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പറയും കുറച്ച് കല്ല് വേണം, കുറച്ച് സിമന്റ് ഒക്കെ വേണം അല്ലെ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ സാർ. യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, എടാ ഞാൻ നമ്മൾ ആരായിരുന്നു സാർ? ആ കുട്ടിയുടെ പേരെന്തായിരുന്നു?
ഓക്കെ, ജുവാനുകുട്ടി ഞാനും വീട് നിർമ്മിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഉടായിപ്പ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കല്ലിനൊക്കെ എത്രയാ റേറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു കല്ല് ഞാൻ ഇവിടെ വെച്ചു, ഒരു കല്ല് ഇങ്ങനെ വെച്ചു, കുറച്ച് ഗ്യാപ്പ് ഒക്കെ ആയിട്ട് വെക്കാം. എന്തായാലും കല്ല് വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ വെച്ചാൽ മതി. ഓക്കെ, കുറച്ച് സിമെന്റ് ഒക്കെ മതി. എന്തിനാ കുറെ സിമെന്റ് അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വീട് നിർമ്മിച്ചു. ഓക്കെ, എന്റെ വീട് ഇങ്ങനെയാണ്. നമ്മൾ പാവാം, ഒരു നല്ല വീട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജുവാനുകുട്ടി, ജുവീനയാണോ ജുവാനയാണോ? ജുവാനുകുട്ടി എന്ത് ചെയ്തു? എന്താ സാർ പേര്? ജുവാനുകുട്ടി നല്ല കൃത്യമായിട്ട് നേരത്തെ കട്ടയും പിന്നെ കത്തൊക്കെ എഴുതിട്ട് ഒരുപാട് കല്ലൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ബ്രെഡൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് അതിന്റെ ഇടയിൽ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ട് കല്ലും കൃത്യമായിട്ട് സിമെന്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ജുവാനുകുട്ടി ഒരു വീട് നിർമ്മിച്ചു. ഓക്കെ ഓക്കെ, ഇത് ഒന്നാമത്തെ വീട്, ഇത് രണ്ടാമത്തെ വീട്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എനിക്ക് രണ്ടാം നിലയും മൂന്നാം നിലയും എടുക്കണം അല്ലേ? പോട്ടെ, എനിക്ക് ഇവിടെ ശക്തമായ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് വീടായിരിക്കും ഉറപ്പോടെ നിൽക്കുന്നത്? ഒന്നാമത്തെ വീടാണോ രണ്ടാമത്തെ വീടാണോ? കമന്റ് ചെയ്തോ, എല്ലാവരും കമന്റ് ചെയ്തോ. യെസ് ആദിൽ, ബാക്കിയുള്ള എല്ലാവരും കമന്റ് ചെയ്തേ. യെസ് ആദിൽ, രണ്ടാം ഞാൻ പറയുന്നില്ല. സാർ നമുക്ക് ഒരാളെ വിളിക്കാം. ഫ്രിദ പറയാം. ഫ്രിദക്കുട്ടി, ഒന്നാമത്തെ വീടാണോ രണ്ടാമത്തെ വീടാണോ ഏറ്റവും ഉറപ്പുള്ളതായിരിക്കുക ഒരു ശക്തമായ കാറ്റ് വന്നാൽ? യെസ്, ഫ്രിദക്കുട്ടി ഒന്ന് വിളിക്കൂ സാർ. സെക്കൻഡ് വൺ. യെസ്, ഹായ്. രണ്ടാമത്തെ വീടെന്ന് നീ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീ രണ്ടാമത്തെ വീടെന്ന് പറയാൻ കാരണം? യെസ്, അതിന് കൃത്യമായിട്ടുള്ള അടിത്തറയുണ്ട് അല്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ അത് ഉറപ്പുള്ളത്. ഇതിനെന്താ ഒന്നാമത്തെ വീട് എന്താ പ്രശ്നം? കൃത്യമായിട്ടുള്ള അടിത്തറയില്ല. മക്കളെ, ഇത് തന്നെയാണ് മാത്സ്. നിങ്ങളുടെ അടിത്തറ ഉറപ്പുള്ളതാണെങ്കിൽ അതിന്റെ മുകളിൽ എത്ര വലിയ പ്രോബ്ലം കൊണ്ടുവച്ചാലും നിങ്ങൾ പുഷ്പം പോലെ അതിനെ സോൾവ് ചെയ്യും. നിങ്ങളുടെ അടിത്തറ ഇളകിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അടി ഉലയും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? മാത്സ് ടഫാണോ ഇഷ്ടമാണോ ടഫാണോ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് പേർ, കുറച്ച് ആൾക്കാർ ഡിസ്ലൈക്ക് ബട്ടൺ തന്നിട്ടുണ്ട്. എനിക്ക് അവരോടും ഇഷ്ടമുള്ളവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ അടിത്തറ ഉറപ്പുള്ളതാണെങ്കിൽ അതിന്റെ മുകളിൽ എത്ര പ്രോബ്ലം വെച്ച് കഴിഞ്ഞാലും എന്റെ മക്കൾക്ക് പുഷ്പം പോലെ സമയം. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റോ ഒന്നും എനിക്ക് അറിയണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. സോ മക്കളെ, ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. മാത്സ് ടഫാണ് സാറേ. ഓക്കെ, മാത്സ് ടഫാ അങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ കാലാകാലം അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. സോ ഇനി മുതൽ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? പഠിക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. എല്ലാം വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ വിചാരിക്കണം. സോ ഒട്ടും സമയം കളയണ്ട മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്റെ മക്കൾ റെഡിയാണോ? റെഡി ആണെങ്കിൽ റെഡി എന്ന് കമന്റ് ചെയ്തേ. സോ നമ്മൾ ഇന്ന് വളരെ ഈസി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഓക്കെ മുഹമ്മദ് ഷഹബാസ് ആൻഡ് ആദിൽ, യെസ്, ആദ്യം തന്നെ എന്റെ മക്കൾ പഠിക്കാൻ പോകുന്നത് ഏതിനെ കുറിച്ചാണ്? ജോമെട്രിനെ കുറിച്ചാണ്. റെഡി? എന്തിനെ കുറിച്ചാണ്? ജോമെട്രിനെ കുറിച്ചാണ്. Geometry is a branch of mathematics that studies the size, shape, position and angles and dimension of things. എന്താണ് സാറേ ജോമെട്രി എന്ന് പറഞ്ഞാൽ? എടാ, എന്റെ ബാക്ക് സൈഡിലുള്ള കുറച്ച് ഫിഗേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടോ? അതിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോമെട്രി. ഇപ്പൊ ഇവിടെ നിങ്ങൾ ട്രയാങ്കിൾ കാണുന്നുണ്ട്, സർക്കിൾ കാണുന്നുണ്ട്, ബോൾ കാണുന്നുണ്ട്, സിലിണ്ടർ കാണുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോമെട്രി എന്ന് വിളിക്കുന്നത്. ക്ലിയർ? നിങ്ങളോട് വാട്ട് ഈസ് മീൻ ബൈ ജോമെട്രി എന്ന് ചോദിക്കില്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യലാണ്. സാറേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ആദ്യം തന്നെ എന്റെ മക്കൾ പഠിക്കാൻ പോകുന്നത് പോയിന്റിനെ കുറിച്ചാണ്. എന്താണ് സാറേ പോയിന്റ് എന്ന് പറഞ്ഞാൽ? എടാ, പോയിന്റ് എന്ന് പറഞ്ഞാൽ, യെസ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു തരാം. എടാ, നിങ്ങൾ പണ്ട് ആൽഫബറ്റ്സ് എങ്ങനെയാ പഠിച്ചത്? നിങ്ങൾ എങ്ങനെയാ ആൽഫബറ്റ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? ആദ്യം തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് ഇടും, ഇവിടെ ഒരു പോയിന്റ് ഇടും, ഇവിടെ ഒരു പോയിന്റ് ഇടും അല്ലെ? അച്ഛനെ അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്തു തരും? ഇങ്ങനെ 3 പോയിന്റ് ഇട്ട് തരും.
എന്നിട്ട് നിങ്ങളോട് അത് ജോയിൻ ചെയ്ത് ഇങ്ങനെ വരക്കാൻ പറയും. എന്നിട്ട് നിങ്ങൾ പറയും എ. ഇങ്ങനെയാണോ നിങ്ങൾ എ പഠിച്ചത്? ഇങ്ങനെയാണോ നിങ്ങൾ എ പഠിച്ചത്? തലയാട്ടിക്ക് ഇങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്തത് എഴുതാൻ പോകുമ്പോൾ വേണ്ട, ഞാൻ ഒറ്റക്ക് വരക്കും എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു പോയിന്റ് വരക്കും, ഇവിടെ ഒരു പോയിന്റ് വരക്കും, ഇവിടെ ഒരു പോയിന്റ്. എന്ത് ഇങ്ങനെ? ഇങ്ങനെയാണോ നിങ്ങൾ എ പഠിച്ചത്? യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ അത് തന്നെയാണ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. യാസിദ് ഹായ്. യെസ് എടാ, പോയിന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ ഒരു ഡോട്ട് ഇടുന്നു, ഒരു ബോർഡിൽ ഡോട്ട് ഇടുന്നു, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസിൽ ഡോട്ട് ഇടുന്നതിനെയാണ് മക്കളെ എന്ത് പറയുന്നത്? പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയർ? അതിലെന്തില്ല? എ പോയിന്റ് ഡസ് നോട്ട് ഹാവ് എനി ലെങ്ത്, വിഡ്ത്ത് ഓർ ഹൈറ്റ്. അതിനെന്തില്ല ഗായ്സ്? ലെങ്ത് ഇല്ല, വിഡ്ത്ത് ഇല്ല, ഹൈറ്റ് ഇല്ല. അതിന് ലെങ്ത്തും ഇല്ല, വിഡ്ത്തും ഇല്ല, ഹൈറ്റും ഇല്ല. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണല്ലോ. പോയിന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡോട്ട്, അതിന് ലെങ്ത് ഇല്ല, വിഡ്ത്ത് ഇല്ല, ഹൈറ്റ് ഇല്ല. സെറ്റ് ആണോ? തലയാട്ടിക്ക്. യെസ് യെസ് യെസ്. സോ അങ്ങനെയാണെങ്കിൽ ലൈൻ ഉണ്ട് മക്കളെ. മാത്തമാറ്റിക്സ് ലൈൻ എന്താണ് സാറേ മാത്തമാറ്റിക്സ് ലൈൻ എന്ന് പറഞ്ഞാൽ? യെസ് സാറേ, ഇത് ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. ശ്രദ്ധിക്കുക. എ ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് പാത്ത് ഫോംഡ് ബൈ കണക്ടിങ് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ. എന്താണ് സാറേ? അതായത് മക്കളെ, എടാ ഞാൻ 2 പോയിന്റ് ഇടുന്നു, ആ 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന ആ 2 പോയിന്റിലൂടെ എത്ര വേണമെങ്കിൽ എനിക്ക് നീട്ടി വരക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കണക്ട് ചെയ്താൽ വരക്കാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ ലൈൻ എന്ന് വിളിക്കുന്നത്. ലൈന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്ക് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ വരക്കാം, ഇപ്പുറത്തെ സൈഡും എത്ര വേണമെങ്കിൽ വരക്കാം. അതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ക്ലിയർ ക്ലിയർ ക്ലിയർ. എടാ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ 1 ഡയമെൻഷൻ ഷേപ്പ്. എന്താണ് സാറേ 1 ഡയമെൻഷൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ? മക്കളെ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരളവ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അതിന് ഒരളവ് മാത്രമേ ഉണ്ടാവൂ. അതാരാണ്? ലെങ്ത്. അതായത് ഇറ്റ് ഈസ് എ 1 ഡയമെൻഷൻ ഷേപ്പ് ദാറ്റ് ഹാസ് ലെങ്ത്. അതാണ് ലെങ്ത്. അതാണ് മക്കളെ ഞാൻ പറഞ്ഞു തന്നത്. ഒരളവ് മാത്രമേ ഉള്ളൂ, അത് ലെങ്ത്. ബട്ട് നോ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതിനെന്തില്ല? വിഡ്ത്തുമില്ല, ഹൈറ്റുമില്ല. മൂന്നാമതൊരു പോയിന്റും കൂടിയുണ്ട്. എ ലൈൻ ക്യാൻ എക്സ്റ്റെൻഡഡ് ഇൻഫൈനൈറ്റ്ലി ഇൻ 2 ഡയറക്ഷൻ. അതായത് മക്കളെ എനിക്ക് ലൈൻ എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്കും എത്ര വേണമെങ്കിൽ നീട്ടി വരക്കാം, ഇങ്ങോട്ടേക്കും എനിക്ക് എത്ര വേണമെങ്കിൽ നീട്ടി വരക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫൈനൈറ്റ്ലി എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിൽ എനിക്ക് നീട്ടി വരക്കാം, അതിനെയാണ് ഇൻഫൈനൈറ്റ്ലി എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മക്കളെ ലൈൻ എന്ന് പറഞ്ഞാൽ, അതായത് മക്കളെ ഞാൻ 2 പോയിന്റ് ഇടുന്നു, അതിലൂടെ പാസ് ചെയ്യുന്ന എത്ര, അതിനെ ടച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് എത്ര വേണമെങ്കിൽ എനിക്ക് വരക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈൻ. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട് ഗായ്സ്. അയാളാണ് ആര്? അയാളാണ് ഇയാൾ. ആര് സാർ? അയാളാണ് ഇയാൾ. ആര്? അതാണ് ലൈൻ സെഗ്മെന്റ്. ക്ലിയർ? എന്താണ് സാറേ ലൈൻ സെഗ്മെന്റ്? ലൈനും ലൈൻ സെഗ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ സാറേ? ഞാൻ 2 പോയിന്റ് വരക്കുന്നു മക്കളെ. എ ലൈൻ സെഗ്മെന്റ് ഈസ് എ ഫൈനൈറ്റ് പോർഷൻ ഓഫ് എ ലൈൻ that has 2 end point. 2 end point ഉണ്ടെങ്കിൽ മക്കളെ, 2 end point ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കണം? ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കണം. അതായത് മക്കളെ ഞാൻ 2 പോയിന്റ് ഇടുന്നു, അത് തമ്മിൽ ടച്ച് ചെയ്ത് വരക്കുന്നു, കണക്ട് ചെയ്ത് അവരെ വരക്കുന്നു. അതിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതിന് എന്തുണ്ടാവും? 2 എൻഡ് പോയിന്റ് ഉണ്ടാവും. അതിനെന്തുണ്ടാവും? 2 എൻഡ് പോയിന്റ് ഉണ്ടാവും. മക്കളെ അങ്ങനെയാണെങ്കിൽ എന്താണ് സാറേ ഫൈനൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ? ഫൈനൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനൈറ്റ് പോർഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാർ ഇൻഫൈനൈറ്റ്ലി എന്തായിരുന്നു? എനിക്ക് അളക്കാൻ പറ്റാത്തത്, എത്ര വേണമെങ്കിലും നീട്ടി വരക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫൈനൈറ്റ്ലി. സെറ്റ് ആണോ? ക്ലിയർ ആണ്? തലയാട്ടിക്ക്. ഇത് ക്ലിയർ ആണല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 2 പോയിന്റ് ഇട്ടിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്നു. ക്ലിയർ? 2 എൻഡ് പോയിന്റ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഒരു കൊമ്പൻ ഉണ്ട് സാർ. അത് ആരാണ്? അയാളാണ് സാറേ. അതാരാണ്? റേ. അതാരാണ്? റേ ആണ്. ഓക്കെ. എന്താണ് സാർ റേ എന്ന് പറഞ്ഞാൽ?
ആ ശ്രദ്ധിച്ചു കേട്ടോ. എ പാർട്ട് ഓഫ് എ ലൈൻ വിത്ത് വൺ എൻഡ് പോയിന്റ് ഈസ് കോൾഡ് എ റേ. അതായത് ഞാനിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, ഇതും കൂടി കഴിഞ്ഞിട്ട് എന്റെ മക്കളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, അപ്പോൾ എല്ലാവരും എനിക്ക് പറഞ്ഞു തരണം. റെഡി? യെസ് സാറേ, റേ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും. എന്താണ് റേ എന്ന് പറഞ്ഞാൽ? ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും. മറ്റേ സൈഡ് എനിക്ക് എത്ര വേണമെങ്കിലും നീട്ടി വരക്കാം. ഒരു സൈഡ് എൻഡ് പോയിന്റ്, മറ്റേ സൈഡ് എനിക്ക് എത്ര വേണമെങ്കിലും നീട്ടി വരക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? റേ എന്ന് വിളിക്കുന്നത്. എ റേ ഹാസ് നോട്ട് ഡിഫൈനൈറ്റ് ലെങ്ത്. റേക്ക് എന്തില്ല? ഒരു ഡിഫൈനൈറ്റ് ആയിട്ടുള്ള ലെങ്ത് ഇല്ല. ഓക്കെ, അതായത് റേ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് പോയിന്റ് വെച്ചിട്ട് മറ്റേ സൈഡ് എനിക്ക് എത്ര വേണമെങ്കിലും നീട്ടി വരക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇതുവരെ സെറ്റ് ആണെങ്കിൽ എന്റെ മക്കൾ സെറ്റുമസ് ആ എന്ന് പറഞ്ഞേ. മക്കളെ ഇതുവരെ സെറ്റ് ആണെങ്കിൽ എന്റെ മക്കൾ സെറ്റുമസ് ആ എന്ന് പറഞ്ഞേ. റെഡി? എനി ഡൗട്ട്? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവർ ഹാൻഡ് റേസ് ചെയ്ത്. യെസ്, സെറ്റ് ആണ് എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേർ ആൾക്കാർ. മക്കളെ സാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. മയൂക കുട്ടി, ഞാൻ 2 പോയിന്റ് വരച്ചു. ഓക്കെ, 2 പോയിന്റ് വരച്ചു. അത് തമ്മിൽ ഞാൻ ജോയിൻ ചെയ്ത് വരച്ചു. മക്കളെ എല്ലാവരും ഇത് കമന്റ് ചെയ്യണം. യെസ് ഫ്രിദ ശ്രദ്ധിച്ചോളൂ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും മയൂക? യെസ്, ലൈൻ സെഗ്മെന്റ് ഈസ് എ റൈറ്റ് ആൻസർ. കാരണം എന്താണ്? യെസ് മയൂക കുട്ടി, 2 എൻഡ് പോയിന്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കും. യെസ് സാർ. സാർ അങ്ങനെയാണ് ഫ്രിദ കുട്ടി ഒന്ന് വിളിച്ചേ. ഫ്രിദ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഫ്രിദ കുട്ടി, ഞാൻ 2 പോയിന്റ് ഇടുന്നു, എന്നിട്ട് ഞാൻ അത് എത്ര വേണമെങ്കിലും നീട്ടി വരക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? 2 പോയിന്റ് ചെയ്യുന്നു, എന്നിട്ട് 2 സൈഡ് ഞാൻ എത്ര വേണമെങ്കിലും നീട്ടി വരക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആഹാ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ റേ ആണെങ്കിൽ ഞാൻ ഇതൊന്ന് വരച്ചു, ഒരു എൻഡ് പോയിന്റും മറ്റേ സൈഡ് ഞാൻ എത്ര വേണമെങ്കിലും നീട്ടി വരക്കുന്നു. അപ്പൊ അതിനെന്ത് വിളിക്കും? അതല്ലേ റേ? ആദ്യം പഠിച്ചത് എന്താ? ഇയാളെന്താ? ലൈൻ. അതാണ് ലൈൻ. ഓക്കെ, ആദ്യം പഠിച്ചാണ് ലൈൻ. അതായത് മക്കളെ ഡൗട്ട് ഉണ്ടാവരുത്, കൺഫ്യൂഷൻ ആവരുത്. 2 പോയിന്റ് വരച്ചു, അതിലൂടെ എത്ര വേണമെങ്കിലും എനിക്ക് നീട്ടി വരക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ റേ എന്താ സാറേ? റേ എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും, മറ്റേ സൈഡ് എനിക്ക് എത്ര വേണമെങ്കിലും നീട്ടി വരക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേ. ക്ലിയർ? യെസ്, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. സാർ നമുക്ക് ഒരാളെ കൂടി വിളിക്കാം. അർച്ചന കുട്ടി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹായ്. യെസ്, അർച്ചന കുട്ടി, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു എൻഡ് പോയിന്റ് ഉണ്ട്, മറ്റേ സൈഡ് ഞാൻ നീട്ടി വരച്ചു, അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വിളിക്കും? Yes, അർച്ചന കുട്ടി is the right answer. Very good. അത് റേ ആണ്. മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പഠിക്കാം. അത് ആരാണെന്ന് അറിയോ മക്കളെ? ആംഗിൾസ്. മക്കളെ 7th ആയാലും 8th സ്റ്റാൻഡേർഡ് ആയാലും നിങ്ങൾക്ക് മുകളിലോട്ടേക്ക് ഇനി ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ടായിരുന്നു ആംഗിൾസ് എന്ന് പറയുന്നത്. സോ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ മക്കളെ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, ചിത്രം വരക്കാൻ ഒരുപാട് വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ആംഗിൾസ് വരക്കുന്നതാണ്. സോ എന്റെ മക്കൾക്ക് ആംഗിൾസ് അറിയില്ലെങ്കിൽ നിങ്ങൾ കാര്യം പോക്കാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സാറേ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ? മക്കളെ ഇത്ര മാത്രമേ ഉള്ളൂ. മക്കളെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ മക്കളെ, എടാ ഞാൻ 2 ലൈനുകൾ വരക്കുന്നു, ആ 2 ലൈനുകൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്നതാണ് എന്ത്? ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, the angles are formed when 2 lines are intersect at a point. അതായത് 2 ലൈനുകൾ കൂട്ടിമുട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആംഗിൾസുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എപ്പോഴും ആംഗിൾസിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡിഗ്രി വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോ ഇങ്ങനെ ഇതാ ഈ ഒരു സിമ്പിൾ നമ്മൾ ഈ സൈൻ യൂസ് ചെയ്താൽ ആംഗിൾ എ ബി സി എന്നാണ് വായിക്കേണ്ടത്.
ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ആംഗിൾ എന്നാണ് വായിക്കുന്നത്. സോ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് 80 ഡിഗ്രി എന്ന് കൊടുത്താൽ ഇതിന്റെ അർത്ഥം എന്താ? 80 എഴുതി മുകളിൽ ഒരു 0 കൊടുത്താൽ അതിനെ ഡിഗ്രി എന്നാണ് വിളിക്കുന്നത്. സോ 18 ഡിഗ്രി. ഇനിയിപ്പോ 120 എഴുതി അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു 0 ഇട്ട് കൊടുത്താൽ അതെന്താണ്? 120 ഡിഗ്രി. ആംഗിൾസിന് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് വായിക്കുന്നത്? ഡിഗ്രിയിലാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് മക്കളെ ഇവിടെ ഉള്ളത്. എടാ, ആംഗിൾസ് ആർ ഫോംഡ് വെൻ ടു ലൈൻസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ആംഗിൾസ് ആർ ഫോംഡ് വെൻ ടു ലൈൻസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. Then it is represented by the symbol. ഇതാണ് സിമ്പിൾ. ഓക്കെ, എന്താണ്? ഏതാണ് സൈൻ? ആംഗിൾസിന്റെ സൈൻ എന്ന് പറയുന്നത് ഇതാണ്. Then an angle is usually measured in degree denoted with ഇത്. അതായത് നമ്മൾ ഡിഗ്രിയിലാണ് എപ്പോഴും ആംഗിൾസ് പറയുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും 6ാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ട് വന്നവരാണല്ലോ അല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, സാറേ എന്നോട് ആംഗിൾസിലെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഞാൻ പ്രൊട്രാക്ടർ എടുത്തിട്ട് ആംഗിൾസിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തു. നിങ്ങൾ പണ്ട് പഠിച്ച ആൾക്കാരാണല്ലോ, 6ാം ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. നിങ്ങളോട് ആംഗിൾസിലെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് കോൺഫിഡന്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അവിടെ ഹാൻഡ് റൈസ് ചെയ്യും. കം യെസ്, 1-2 ആൾക്കാർ വന്നിട്ടുണ്ട് സാർ. ഒരാൾ വന്നിട്ടുണ്ട്, ഒരാൾ ഹാൻഡ് ജോയിൻ ചെയ്തു. ആരാണ് അയാൾ? മുഹമ്മദ് ഷഹബാസ്. ഹായ് ഷഹബാസ്. അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും കോൺഫിഡന്റ് ഇല്ലേ? യെസ് ഷഹബാസ്, ഹായ്. എന്തായാലും നിന്റെ ആ കോൺഫിഡന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. അങ്ങനെയാണെങ്കിൽ ഷഹബാസെ, എവിടെയാ വീട് ഷഹബാസിന്റെ? തൃശ്ശൂർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷഹബാസ് ഒന്ന് പറഞ്ഞേ. ബാക്കിയുള്ള എന്റെ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യണം. മക്കളെ, ഇതിന്റെ ആംഗിൾസ് എത്രയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ. ഷഹബാസ് ആൻസർ പറഞ്ഞു. എത്രയാണ് ഷഹബാസ്? 55. ഷഹബാസ് പറയുന്നു 55 എന്ന്. അടുത്ത ഒരാളും കൂടി വിളിക്കാം സാർ. ഒരാളും കൂടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആരാണ്? യാസിദ്. 125 എന്ന് പറയുന്നുണ്ട്. 135. ഓക്കെ, അപ്പൊ യാസിദ് പറയുന്നു 135 എന്ന് പറയുന്നു. നമ്മുടെ ആരായിരുന്നു ആദ്യം പറഞ്ഞത്? ഷഹബാസ് പറയുന്നു അത് 55 ആണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേർ 125 കമന്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ 55 ആണ് കമന്റ് ചെയ്യുന്നുണ്ട്. 135 അല്ല ഏതായാലും. യാസിദ്, എനിവേ ഗുഡ് ട്രൈ, വെരി ഗുഡ്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം ആര് പറഞ്ഞതാണ് ശരി. മകളെ, ഇനി എന്റെ മക്കൾ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റരുത്. ആംഗിൾസ് നോക്കാൻ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞ ആംഗിൾസിനെ സീൽ ചെയ്ത് വെക്കണം. ഇനി മറക്കരുത്. എടാ, നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് 2 0 നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒരു 0 ഇവിടെ ഉണ്ട്, ഒരു സൈഡ് അപ്പുറത്തെ സൈഡും ഉണ്ട്. ശ്രദ്ധിക്കണേ മക്കൾ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഒരു 0 ഇവിടെയും ഉണ്ട്, ഒരു സൈഡ് അപ്പുറം ഉണ്ട്. മക്കളെ, എല്ലാവരും ക്യാമറ ഒന്ന് ഇതേപോലെ ഒന്ന് പിടിച്ച്, അപ്പൊ നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് കാണാൻ പറ്റും. ക്യാമറ ഇതേപോലെ പിടിച്ചാൽ നന്നായിട്ട് കാണാൻ പറ്റും. ഷഹബാസെ, എടാ, ഒരു 0 ഇവിടെയും ഉണ്ട്, ഒരു 0 അപ്പുറത്തെ സൈഡും ഉണ്ട്. ഏത് 0 ആണ് സാറേ ഞാൻ എടുക്കേണ്ടത്? ഇതും ഒരു ഇതിലൂടെ താഴെ ഭാഗത്തൂട്ടിയും 0 കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. 0 10 20 വരുന്നുണ്ട്. മുകൾ ഭാഗത്തും 0 10 20 വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതാണ് എടുക്കേണ്ടത് സാറേ? ഇനി തെറ്റിക്കരുത്. എടാ, എങ്ങോട്ടാണോ ലൈൻ പോകുന്നത് സാറേ, ഇപ്പൊ ഈ ബ്ലൂ കളറിന്റെ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണല്ലോ, കുച്ചു 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 കുച്ചു. അപ്പോ അതിന്റെ 0 എവിടെ ഉള്ളത് മക്കളെ? തായ് ഭാഗത്താണ് സാറേ ഉള്ളത്. അപ്പൊ നിങ്ങൾ ആ 0 ആണ് എടുക്കേണ്ടത്. 0 എടുത്തോ. 0 10 20 30 40 50. 50ന്റെയും 60ന്റെയും ഇടയിലുള്ളത് ആരാ? Sir, that is 55 ആണ്. Shahbaz is the right answer. Yazid is a good try. Okay, അതായത് 0 10 20 30 40 50 60. 50ന്റെയും 60ന്റെയും ഇടയിലുള്ള ഈ നടുക്കുള്ളത് ആരാണ്? 55 ആണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ മക്കൾ. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ തലന്റെ ബ്രെയിൻ്റെ ഉള്ളിൽ കയറേണ്ടത് ഇത്ര മാത്രമാണ്. എങ്ങോട്ടാണോ ലൈൻ പോകുന്നത് അതിന്റെ 0 എന്റെ മക്കൾ എടുത്താൽ മതി. ക്ലിയർ?
അതിന്റെ 0 എന്റെ മക്കൾ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്റെ മക്കൾ എല്ലാവരും ആൻസർ പറയോ? ഇതിന്റെ ആൻസർ എത്ര? എല്ലാവരും കമന്റ് ചെയ്ത്. സാർ നമുക്ക് ഒരാളെ വിളിക്കാം സാർ. ആൻഡ്രിയ കുട്ടി. യെസ് ഷഹബാസ്, റൈറ്റ് ആൻസർ. യെസ് ആദിൽ, റൈറ്റ് ആൻസർ. യെസ് യസീദ് is back. Yes, I think Yazid. Yes, ആരാണ് സർ? ആൻഡ്രിയ കുട്ടി. അൺമ്യൂട്ട് ചെയ്യോ? നോ അർച്ചന കുട്ടി. ഹായ് ആൻഡ്രി കുട്ടി, ഇതിന്റെ ആൻസർ എത്രയാണ്? ഒരു ഹായ് പറഞ്ഞേ ആദ്യം. എനിക്ക് കേൾക്കുന്നില്ല. ആ സൗണ്ട് ഉണ്ട്, ഭാഗ്യം. പറഞ്ഞോളൂ. ഇതിന്റെ ആൻസർ എത്ര? പറ. എത്ര എത്ര? 125 എന്ന് പറയുന്നുണ്ട്. ഓക്കെ സാർ, വെയിറ്റ്. എടാ എങ്ങോട്ടാ ലൈൻ പോകുന്നത് ആൻഡ്രി കുട്ടി? ഇങ്ങോട്ടേക്കല്ലേ? ആ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങോട്ടാണോ ലൈൻ പോകുന്നത് അതിന്റെ 0 ഇപ്പം എവിടെയുള്ളത്? താഴ് ഭാഗത്താണോ മുകൾ ഭാഗത്താണോ ആൻഡ്രിയ? ആഹാ, താഴ് ഭാഗത്ത് 180 ആണ്, മുകൾ ഭാഗത്തല്ലേ 0 ഉള്ളത്? ആ മുകൾ ഭാഗത്ത്. കൗണ്ട് ചെയ്തോ. 0 10 20 30 40 50 16. അപ്പൊ 60 ഡിഗ്രി അല്ലേ നിനക്ക് 125 കിട്ടിയത്? ക്ലിയർ, മനസ്സിലായോ? 60ന്റെയും 70ന്റെയും നടക്കാണെങ്കിലാണ് 65. ഇതിപ്പോ കറക്റ്റ് 60 ഡിഗ്രി ആണ്. ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യനോട് കൂടി നിങ്ങൾ സെറ്റ് ചെയ്യണേ. മക്കളെ എന്റെ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യനോട് കൂടി സെറ്റ് ചെയ്യണേ. ടൈം എത്ര? എന്റെ ഫോൺ എടുക്കും. യെസ്. സോ യെസ് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തരാം. സാർ അവിടെ സ്റ്റാർട്ട് വെർച്വൽ ക്യാമറ കൊടുക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് വെർച്വൽ ക്യാമറ. ഓക്കെ ഓക്കെ പോയിക്കോ. ഓക്കെ ഓക്കെ. ഈ ആംഗിൾ എത്രയാണ് ആരാ എനിക്ക് പറഞ്ഞിരുന്നു? എല്ലാവരും കമന്റ് ചെയ്തോ. ഞാൻ ഈ വരച്ച യെല്ലോ കളറിൽ വരച്ച ആംഗിൾ എത്രയാണ്? യെസ് ഷഹബാസ് is the right answer. Yes Demo 7K. Yes 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 yes. ഇപ്പൊ എല്ലാവരും is back. ജുമാൽകുട്ടി is back. No Rishikesh. Yes right, Rishikesh is back. എടാ എങ്ങോട്ടാണ് ലൈൻ പോകുന്നത്? സാറേ ലൈൻ പോകുന്നത് ഇപ്പൊ ഇങ്ങോട്ടേക്കല്ലേ, അപ്പൊ അതിന്റെ 0 എടുക്കണം. 0 10 20 30 40 50 60 70 ഡിഗ്രി. ഗൗരിക്കുട്ടി 70 ഡിഗ്രി. 75 ഇവിടെയാണ് കേട്ടോ വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി നിങ്ങൾ തെറ്റിക്കരുത്. മക്കളെ എന്റെ മക്കളെ ഇനി ആരും തെറ്റിക്കരുത്. യെസ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. എടാ ഇതൊരു കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇതാരാ എനിക്ക് ആൻസർ പറയാം? സാർ നമുക്ക് ഒരാൾ വിളിക്കാം സാർ. യെസ് ഇതിന്റെ ആൻസർ ബാക്കിയുള്ള എന്റെ മക്കൾ എല്ലാവരും കമന്റ് ചെയ്തോ. യെസ് നബാൻ റൈറ്റ് ആൻസർ. നജ ഫാത്തിമ ഇസ് ദ റൈറ്റ് ആൻസർ. യെസ് സാർ, ഒരാൾ വിളിച്ചോളൂ. ആൻഡ്രിയ കുട്ടി. ആൻഡ്രിയ അല്ലേ സാർ ഇപ്പോൾ വിളിച്ചത്? ഓക്കെ ആൻഡ്രിയ വേണ്ട അടുത്ത ആൾ വിളിക്കാം. നജ ഫാത്തിമ. നജ കുട്ടി എത്രയാണ് ആൻസർ? യെസ് ഇതിന്റെ ആൻസർ എത്രയാണ് നജ? 104 എന്ന് പറയുന്നുണ്ട്. യെസ് 104 is the right answer. മക്കളെ ഇനിയും ഡൗട്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിക്കുക. സാറേ ലൈൻ പോകുന്നത് ഇപ്പൊ ഇങ്ങോട്ടേക്കല്ലേ സാറേ? അതെ ലൈൻ പോകുന്നത് കുച്ചു ഇങ്ങോട്ടേക്കാ. അപ്പൊ ഏത് 0 എടുക്കണം? മുകൾ ഭാഗത്തുള്ള 0 എടുക്കണം. അത് സെറ്റ് ആണല്ലോ. മുകൾ ഭാഗത്തുള്ള 0 എടുക്കണം. തുടങ്ങിക്കോ. 0 10 20 30 40 50 60 70 80 90 100. എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 100ന്റെയും 110ന്റെയും ഇടയിലുള്ള ഈ വലിയ ലൈൻ ആണ് എന്ത്? 105.
അതിൽ നിന്നും ഒന്ന് ബാക്കോട്ടേക്ക് പോയാൽ അത് എത്രയാണ് മക്കളെ? 104. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എടാ ഓരോ ലൈൻ ഇപ്പൊ ഇതാണല്ലോ 100. മക്കൾ ശ്രദ്ധിക്കണേ, ഇതാണല്ലോ ഇപ്പൊ 100. അപ്പോ അടുത്തത് എന്താ? 101. പിന്നെ അടുത്തത് എന്താ? 102. പിന്നെ അടുത്തത് എന്താ? 103, 104, 105. ഈ വലിയ ലൈനാണ് 105. 105നേക്കാൾ ഒന്ന് ബാക്കോട്ടേക്ക് ആരാ? അത് 104 സാറേ. യെസ്, 104 is the right answer. വെരി ഗുഡ്. എന്റെ മക്കൾ എല്ലാവരും ഒരുപാട് പേർ ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, സൂപ്പർ. നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇനി എന്റെ മക്കൾ ആരും തെറ്റിക്കരുത്. ഇതിന്റെ ആൻസർ എത്രയാണ് നിങ്ങൾ പറയണം. എന്റെ മക്കൾ ആരും തെറ്റിക്കരുത്. ഇതിന്റെ ആൻസർ എത്ര? എല്ലാവരും കമന്റ് ബോക്സിൽ ഒരേ സ്വരത്തിൽ ആൻസർ പറയണം. എന്റെ മക്കൾ ഇനി ആരും തെറ്റിക്കരുത്. യെസ്, 90 ഡിഗ്രി സാറേ. അതെനിക്കറിയാം സാറേ, അത് 90 ഡിഗ്രി ആണ്. യെസ്, 90 ഡിഗ്രി is a right answer. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ആൻസർ പറയാം. ആരും തെറ്റിക്കരുത്. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. എന്റെ മക്കൾ റെഡിയാണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ യെസ്. സോ ഈ ആംഗിൾ എത്ര? ഒറ്റ ഈ ആംഗിൾ എത്ര? കമന്റ് ചെയ്തു. യെസ്, ആദിൽ റഹീം is the right answer. Very good. Yes, Mayuga right answer. Nazim right answer. Juliana right answer. Yeah. Rishikesh is the right answer. എന്റെ മക്കൾ എല്ലാവരും ആരും തെറ്റിച്ചിട്ട് കാണത്തില്ല. ഷൈജ, എങ്ങോട്ടാണോ ലൈൻ പോകുന്നത്? ഗൗരിക്കുട്ടി, ലൈൻ പോകുന്നത് ഇങ്ങോട്ടേക്കല്ലേ? യെല്ലോ കളർ. സോ 0, 10, 20, 30, 40, 50 അങ്ങനെ പോയിട്ട് എന്ത് വേണം? 160 ഡിഗ്രി. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രി ആണ്. 160 is the right answer. Very good. നിങ്ങൾ സൂപ്പർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് ഒരു സക്സസ് സെലിബ്രേഷൻ, നമുക്ക് സെലിബ്രേഷൻ നടത്തണ്ടേ? നമ്മൾ എന്ത് പഠിച്ചു മക്കളെ? നമ്മൾ എന്ത് പഠിച്ചു? ആംഗിൾസുകൾ നോക്കാൻ പഠിച്ചു. ഇനി നമുക്ക് എന്തുണ്ട്? ആംഗിൾസുകൾ വരയ്ക്കാനുണ്ട്. സോ അതിനു മുമ്പ് നമ്മൾ ഇത്ര മാത്രം പഠിച്ചല്ലോ ഗായ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സക്സസ് സെലിബ്രേഷൻ നടത്തണ്ടേ? റെഡിയാണോ? എന്റെ മക്കൾ സെലിബ്രേറ്റ് ചെയ്യാൻ റെഡിയാണോ? യെസ്. സോ ആദ്യം തന്നെ എല്ലാവരും ഇത് ഒന്നിങ്ങനെ പിടിച്ച് എല്ലാവരും. യെസ്, നമ്മൾ ടോപ്പിക് പഠിച്ച നമ്മൾ പുതിയൊരു ഡാൻസിങ് സെലിബ്രേഷൻ ആണ്. റെഡി? ഹൈറപ്പ 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 ഏ ഓ ഏ. come on everybody. ഹൈറപ്പ 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 ഏ ഓ ഏ. യെസ്, സൂപ്പർ. അടിപൊളി. മക്കളെ, ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിച്ചോളൂ. ഇതുവരെ സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോകണം. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ? ക്ലിയർ? യെസ്, സെറ്റുമ എന്ന് എന്റെ മക്കൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് ജോമെട്രി ബോക്സ് എടുത്തിട്ട് വരണം എല്ലാവരും. എന്നിട്ട് നമ്മൾ ആ ആംഗിൾസ് വരയ്ക്കുന്നതും കൂടി പഠിച്ചാൽ നമ്മൾ അത് സീല് ചെയ്യും. ആംഗിൾസ് നമ്മൾ സീല് ചെയ്യും, നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ, എന്റെ മക്കൾ ഓടിപ്പോയിട്ട് ജോമെട്രി ബോക്സ് എടുത്തിട്ട് വരും. റെഡി? എല്ലാവരും ബോക്സ് എടുത്തോ? കാണിച്ചേ. ജോമെട്രി ബോക്സ് ഉണ്ടോ? പെട്ടെന്ന്. യെസ്. ഓക്കേടാ. റെഡിയായോ? ഓക്കെ. യെസ്. സോ എങ്ങനെയാണ് ഒരു 40 ഡിഗ്രി വരക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡി? ഓക്കെ. സോ ആദ്യം തന്നെ മക്കളെ ഇവിടെ ശ്രദ്ധിക്കണേ, പറയുമ്പോ ഇവിടെ ശ്രദ്ധിക്കണേ. ആദ്യം തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്കെയില് വരട്ടെ. എടാ, നിങ്ങളോട് ഇവിടെ ഇത്ര ലെങ്ത് 5 സെന്റിമീറ്റർ വരക്കണം, 4 സെന്റിമീറ്റർ വരക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വെറും 40 ഡിഗ്രി വരക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈൻ വരക്കണമല്ലോ. ഞാൻ സ്കെയിൽ എടുക്കുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കും. ഞാൻ വരക്കും. എന്നിട്ട് ഞാൻ എന്റെ പ്രൊട്രാക്ടർ എങ്ങനെയാണ് മക്കളെ 40 ഡിഗ്രി വരക്കുമ്പോൾ എന്റെ പ്രൊട്രാക്ടർ എങ്ങനെയാണ് വെക്കുന്നത്? എനിക്ക് ഈ ഒരു ഭാഗത്താണല്ലോ മക്കളെ 40 ഡിഗ്രി വരയ്ക്കേണ്ടത് അല്ലേ?
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ ഈ ലൈനിന്റെ എൻഡിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വെക്കണം. ഓക്കെ, പ്രൊട്രാക്ടർ വന്നു, പ്രൊട്രാക്ടർ പോയി, പ്രൊട്രാക്ടർ വന്നു, പ്രൊട്രാക്ടർ പോയി. സോ ഇവിടെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഇനി എന്റെ മക്കൾക്ക് അറിയാലോ സാറേ. യെസ് മയുക, ഐ തിങ്ക് നിനക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. മക്കളെ ഇനി നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങോട്ടാണോ ലൈൻ പോകുന്നത്. സാറേ ലൈൻ പോകുന്നത് ഇപ്പൊ ഇങ്ങോട്ടേക്കാണല്ലോ, അതിന്റെ 0 എവിടെയുള്ളത്, ഇവിടെ. അപ്പൊ 0, 10, 20, 30, 40 നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് എവിടെയാ, 40യിലാണ്. സോ 40യിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്കെയിൽ എടുത്തിട്ട് നീട്ടി അങ്ങോട്ട് ലൈൻ വരക്കുക. പെട്ടെന്ന് വരച്ചോ, എല്ലാവരും പെട്ടെന്ന് വരച്ചോ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ എന്റെ മക്കൾ സ്കെയിൽ എടുക്കുക, എന്നിട്ടൊരു ലൈൻ വരക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെയാണല്ലോ 40 ഡിഗ്രി വരയ്ക്കേണ്ടത്. സോ പ്രൊട്രാക്ടർ വെക്കേണ്ടത് ഈ എൻഡിൽ പ്രൊട്രാക്ടറിന്റെ സെൻട്രൽ ആയിട്ടാണ്. സാറേ ഇപ്പോൾ ലൈൻ പോകുന്നത് ഇങ്ങോട്ടേക്കാണല്ലോ, അപ്പൊ അതിന്റെ 0 എവിടെ വരുന്നത്, താഴ് ഭാഗത്ത്. സോ 0, 10, 20, 30, 14 എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നീട്ടി അങ്ങോട്ട് ലൈൻ കൊടുക്കുക. മകളെ വരച്ച് കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ ടൺ 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 എന്ന് പറയണം. അല്ലെങ്കിൽ എനിക്ക് ക്യാമറക്ക് മുമ്പിൽ ടൺ, എടാ ഇനി ഒന്നും കൂടി ആർക്കെങ്കിലും പറയണോ? യെസ് ഒരുപാട് പേര് കാണിക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഒന്നും കൂടി പറയണോ? ക്ലിയർ ആണോ? റെഡി? ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക, പ്രൊട്രാക്ടർ എടുക്കുക, 40 ഡിഗ്രി വരക്കുക, നീട്ടി അങ്ങനെ ലൈൻ കൊടുക്കുക. ഓക്കെ, സെറ്റ്. യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുക. 120 ഡിഗ്രി എങ്ങനെ വരക്കാം എന്നാണ് എന്റെ മക്കൾ പഠിക്കുന്നത്. സാറേ 120 ഡിഗ്രി അല്ലേ, അതെനിക്കറിയാം. ഇനിയും ഡൗട്ട് ഉള്ളവരോട് ശ്രദ്ധിക്കുക, മക്കളെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യുക, സ്കെയിൽ എടുക്കുക, നീട്ടി ഒരു ലൈൻ വരക്കുക. എന്നിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. നിങ്ങൾക്ക് ഇവിടെയാണല്ലോ 120 ഡിഗ്രി വരയ്ക്കേണ്ടത്. അപ്പൊ പ്രൊട്രാക്ടർ വെച്ചപ്പോൾ സാറേ ലൈൻ ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത്, അപ്പൊ അതിന്റെ 0 എവിടെയാ, താഴ് ഭാഗത്ത്. തുടങ്ങിക്കോ കൗണ്ട് ചെയ്യാൻ. 0, 10, 20, 30, 40, 50. എന്നിട്ട് എവിടെ വരും, 120 ഡിഗ്രി ഇവിടെയാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ. ഇതാ 120 ഡിഗ്രി ഇവിടെയാണ് വരുന്നത്. സോ എന്നിട്ട് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം, 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ അങ്ങ് സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഓക്കെ, ക്ലിയർ, സെറ്റ്. മക്കളെ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൻഡ്രൈസ് ചെയ്യുക. വരച്ചു കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ ടൺ 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 എന്ന് പറഞ്ഞോളൂ. യെസ്, സെറ്റ് 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 എന്ന് പറയുന്നുണ്ട് ആദിൽ കുട്ടൻ. യെസ്, ബാക്കിയുള്ളവരൊക്കെ വരച്ചു കഴിഞ്ഞോ? യെസ്, ഡൺ എന്ന് പറയുന്നുണ്ട്. ഡൺ ഡൺ, യെസ്. സോ എന്റെ മക്കൾ എന്ത് പഠിച്ചു? ആംഗിൾസ് നോക്കാനും പഠിച്ചു സാറേ, ആംഗിൾസ് വരക്കാനും പഠിച്ചു. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ഞാൻ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്റെ മക്കളോട്. എടാ ആംഗിൾസിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇനി എനിക്ക് പറയാൻ പറ്റുമെന്നുള്ളവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു. ആംഗിൾസിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റും സാറേ എന്ന് പറയുന്ന ഒരു ധൈര്യത്തോടെ കോൺഫിഡന്റോടെ ഹാൻഡ് റൈസ് ചെയ്യടാ. എന്താ നിങ്ങൾക്ക് ഇത്ര മടി? ചെയ്തോ, തെറ്റിയാൽ ഒരു പ്രശ്നവുമില്ല. ആ കോൺഫിഡന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, മടിയാണോ? യെസ്, ഒരുപാട് പേര് അവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. റിയാക്ഷൻ ബട്ടൺ അവിടെ ഹാൻഡ് റൈസ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, യെസ്, ഒരുപാട് പേര് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് സാർ ഞാൻ പറയാമെന്നൊക്കെ. യെസ് യെസ് യെസ്, ഇപ്പൊ ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. യെസ്, സോ മക്കളെ നിങ്ങൾ ആംഗിൾസ് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് യെസ് യെസ്, ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്.
സെറ്റ് 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 സെറ്റ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടെ ബാക്കിയുണ്ട്. സാറേ അതാരാണ്? യെസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് എന്റെ മക്കൾ പഠിച്ചതാ. ഹാൻഡ്സ് ഡൗൺ ചെയ്തോളൂ, എല്ലാവരും ഹാൻഡ്സ് ഡൗൺ ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വെരി ഗുഡ് വെരി ഗുഡ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ എടാ ഞാനത് ചോദിക്കട്ടെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ട്, അത് ഏതൊക്കെയാണ് സാറേ? അതാണ് സാർ ഇത്. ഏത്? അതാണ് സാർ ഇത്. സോ ശ്രദ്ധിച്ച് കേട്ടോ, എല്ലാവരും ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ. ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ തന്നെ എഴുതിയെടുത്തോ. എടാ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. നിങ്ങൾ പഠിച്ചതാണ്. 90 ഡിഗ്രിയേക്കാൾ കുറവുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് മക്കളെ ശ്രദ്ധിക്കണേ. മക്കളെ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒരു 20 ഡിഗ്രി വരച്ചു. 20 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവാണല്ലോ, അല്ലേ? 90 ഡിഗ്രിയേക്കാൾ കുറവാണല്ലോ. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കണം? അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കണം. ഇത് ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങളൊക്കെ വീട്ടിൽ എന്തുണ്ട്? ചെറിയ കുഞ്ഞു വാവകളില്ലേ? കുഞ്ഞു വാവകളുണ്ടോ നിങ്ങളൊക്കെ വീട്ടില്? അവരെ കാണാൻ എന്ത് ക്യൂട്ടാണ് അല്ലേ? എന്ത് ക്യൂട്ടാണ് സാറേ. അതേപോലെ തന്നെ 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള ആൾക്കാരൊക്കെ എന്താണ്? ക്യൂട്ടാ. സോ എന്ത് കാണണം നിങ്ങള്? 90 ഡിഗ്രി കുറവുള്ള ആൾക്ക് എന്ത് വിളിക്കണം? അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് നിങ്ങൾ വിളിക്കണം. ക്ലിയർ? എന്ത് വിളിക്കണം? അക്യൂട്ട് ആംഗിൾ. സാറേ അങ്ങനെയാണെങ്കിൽ എന്താണ് സാറേ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? എടാ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാൽ എന്റെ ഇത് ആംഗിൾസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. അതിനെയാണ് കറക്റ്റ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കും. സാറേ അങ്ങനെയാണെങ്കിൽ സാറേ എന്താണ് സാറേ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? എടാ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. 90 ഡിഗ്രി 180 ഡിഗ്രിന്റെയും ഇടയിലുള്ള ഏത് ആംഗിൾസിന് നമുക്ക് എന്ത് പറയാം? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് മക്കളെ ഇപ്പൊ ഇതെന്താ? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇതെന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ. ക്ലിയർ? മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ സാറേ ഇവർക്ക് എല്ലാവർക്കും സെറ്റ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാർ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സാർ ഒരാളെ വിളിച്ചോളൂ. റെഡി? അർച്ചനക്കുട്ടി. അർച്ചനക്കുട്ടി. യെസ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? അക്യൂട്ട് ആംഗിൾ ആണോ? റൈറ്റ് ആംഗിൾ ആണോ? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ? Acute angle. Yes, very good അർച്ചനക്കുട്ടി. Right, right answer. സാറല്ലേ? യെസ്, 90 ഡിഗ്രിയേക്കാൾ കുറവുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കണം? അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കണം, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ സാർ നമുക്ക് അടുത്തൊരാളെ വിളിക്കാം. സാർ ജുവാന. യെസ്, ജുവാന കുട്ടി. എന്തോ ഇതെന്താണ്? അക്യൂട്ട് ആണോ? റൈറ്റ് ആംഗിൾ ആണോ? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ? നോക്കണ്ട. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള ആൾ. 90 ഡിഗ്രിയേക്കാൾ കൂടിയ ആളെ എന്ത് വിളിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കും. ക്ലിയർ? മകളെ ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ഋഷികേശ്. ഇതെന്താണ് ഋഷികേശ്? അൺമ്യൂട്ട് ചെയ്യടാ ഋഷികേശ്. ഈ ആംഗിൾ നമ്മൾ എന്ത് പറയും? Right angle. Yes, right angle is a right answer. Very good. Yeah. So മകളെ നിങ്ങൾക്ക് എന്തോ ഒരു എനർജി കുറവുണ്ട്. നിങ്ങൾ ഇപ്പോൾ നേരത്തെ ഒരു ആവേശം നിങ്ങളെ മുഖത്ത് ഞാൻ കാണുന്നില്ല. സോ ആ സമയത്താണ് മക്കളെ ഒരാൾ വരുന്നത്. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? യെസ്, അയാളാണ് ഇയാൾ. ഗുളു ക്വസ്റ്റ്യൻ. ഇത് ചോദിക്കാൻ ഒരാൾ വേണം. ഗുളു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. യെസ്, നോക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്. ഗുളു ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഗുളു ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ഒരു കുസൃതി ചോദ്യമാണ്. ഓക്കെ സാർ, നമുക്ക് ഒരാളെ വിളിക്കാം. അല്ലേ വേണ്ട? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? അറിയുന്നവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. കുസൃതി ചോദ്യമാണ്, GK അല്ല.
സാർ ഒരാളെ വിളിച്ചോളൂ. ഷെസ. ഹായ് ഷെസ. മകളെ ബാക്കിയുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? അറിയില്ല. ജസ്റ്റ് ഗസ് അറിയില്ല. ജസ്റ്റ് ഗസ് ചെയ്യും. നോ ഐഡിയ. മകളെ അറിയുന്നവർക്ക് അഡ്രസ് ചെയ്യാം. സാർ അടുത്ത ഒരാളെ വിളിച്ചോളൂ. ആരാണ്? ഗോഡ്വിൻ. ഗോഡ്വിൻ നിനക്കറിയോ? ഇല്ല. ആമസോൺ ഓർ ചിറാപുഞ്ചി? ഓക്കെ, അത് രണ്ടുമല്ല ഗായ്സ്. എന്റെ ഗുളുഗുളു ക്വസ്റ്റിന്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. സോ ആൻസർ എന്ന് പറഞ്ഞാൽ അത് തറയാണ്, മുറ്റം. കാരണം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തറയിലാണ്. അല്ലാണ്ട് ഇത് കുസൃതി ചോദ്യമാണ് ഗായ്സ്. സോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? തറയിൽ അല്ലെങ്കിൽ മുറ്റം. ഓക്കെ, യെസ്. ഗുളുഗുളു ക്വസ്റ്റിന്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? സോ ഇനി എന്റെ മക്കള് പഠിക്കാൻ പോകുന്നത്, മക്കളെ ഇതോടുകൂടി നമ്മുടെ ആംഗിൾസിന് നമ്മൾ സീല് ചെയ്തു. എനിക്ക് ഉറപ്പാണ് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ആംഗിൾസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നാലോ? മക്കളെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരാളും കൂടിയുണ്ട്. യെസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലൽ ലൈൻസിനെ കുറിച്ചാണ്. സാറേ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ നമ്മൾ ഓർക്കുന്നു എന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മുമ്പ് പഠിച്ചതാണ്. എന്താണ് സാറേ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ? the lines that do not intersect or meet each other at any point in a plane. അതായത് ഒരിക്കലും കൂട്ടിമുട്ടാതെ വരക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരലൽ ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ 2 വര വരച്ചു, അത് തമ്മിൽ എത്ര നീട്ടി വരച്ചാലും എനിക്ക് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതുപോലെ തന്നെ പാരലൽ ലൈൻസിന് ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. എന്താണ് സാർ പാരലൽ ലൈൻസിന്റെ പ്രത്യേകത? ഇത് തമ്മിൽ ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? 3 സെന്റിമീറ്റർ. ഞാൻ ഇത് എത്ര നീട്ടി വരച്ചാൽ അതും അതിന്റെയും ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഒരിക്കലും കൂട്ടിമുട്ടാതെ ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതായത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടില്ല. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു, ഒരു ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണോ അല്ലയോ? സേ യെസ് ഓർ നോ. കമന്റ് ചെയ്തേ. Is a deal or no deal? It's a deal or no deal? Deal? No. ഇത് രണ്ടും പാരലൽ ലൈൻസ് അല്ല അല്ലേ? ഇത് രണ്ടും പാരലൽ ലൈൻസ് അല്ല. കാരണം എന്താ? എടാ ഇത് നിങ്ങൾ നീട്ടി വരക്കുക, ഇത് നീട്ടി വരച്ചാൽ കൂട്ടിമുട്ടും. സോ ഇതെന്തല്ല? പാരലൽ ലൈൻസ് അല്ല. ഓക്കെ, ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരലൽ ലൈൻസ് എന്ന് വിളിക്കുന്നത്. മക്കളെ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ ഒരു പാരലൽ ലൈനാണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും? ഏതൊക്കെ? TV ഒരു പാരലൽ ലൈൻസ് ആണ്. യെസ്, ബുക്ക് ഒരു പാരലൽ ലൈൻസ് ആണ്. പിന്നെ സാർ ഒരാളെ വിളിക്കാം. നബാനെ വേറെ ഏതൊക്കെയാണ് എനിക്ക് അറിയുന്ന പാരലൽ ലൈൻസ്? നബാൻ പോയോ? അടുത്ത ആളെ വിളിക്കാം. നബാന്റെ ചിരി കണ്ടാൽ അത് കണ്ടാൽ അത് മതി. നബാന്റെ ചിരി കണ്ടാൽ അത് മതി. നബാനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ചിരി മാത്രമേ കാണുന്നുള്ളൂ. അൺമ്യൂട്ട് ചെയ്യൂ, അവിടെ ഓപ്ഷൻ വരും, അത് ഓക്കെ കൊടുക്കൂ. യെസ്, ഹായ്. എവിടെയാണ് വീട്? അതെവിടെയാ? കൊച്ചിയിൽ. ഓക്കെ, ഏതൊക്കെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് നിനക്കറിയാം? ജോമെട്രി ബോക്സ്. പിന്നെ നീ ഇപ്പോൾ എഴുതുന്നത് ഏതിലാ? നീ ആ ബുക്ക് എവിടെയാ വെച്ചത്? ആ ബുക്ക് നീ എവിടെയാണ് വെച്ചത്? ടേബിൾ ഒരു പാരലൽ ലൈൻസ് ആണ്. നീ എവിടെയാണ് ഇരിക്കുന്നത്? അപ്പൊ ബെഡ് ഒരു പാരലൽ ലൈൻസ് അല്ലേ? കാരണം എന്താ? ബെഡ് അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ, അത് 2 പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, അതിപ്പോ കൂട്ടിമുട്ടോ? എത്ര നീട്ടി വെച്ചാൽ ഇല്ല. റെയിൽവേ ട്രാക്ക് ഒരു പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, സ്കെയിൽ ഒരു പാരലൽ ലൈൻസ് ആണ്. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെന്താണ് സാറേ? അതാണ് സാറേ ഇയാൾ ഏത് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ? എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് മേക്സ് ദ റൈറ്റ് ആംഗിൾ വിത്ത് ദ അതർ ലൈൻ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരക്കുന്നു, മറ്റേ ലൈൻ ആ സ്ട്രെയിറ്റ് ലൈനിനെ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈൻസിനെ നമ്മൾ എന്ത് പറയും? പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയും. എഴുതിയെടുത്തോ മക്കളെ. എന്താണ്? എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് മേക്സ് ദ റൈറ്റ് ആംഗിൾ വിത്ത് ദ അതർ ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ മറ്റേ ലൈനിനെ 90 ഡിഗ്രി ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വിളിക്കും. എഴുതിയെടുത്തോ എല്ലാവരും. അതാരാ സാർ നോക്കിയിരിക്കുന്നത്? ഋഷികേശ് ആണോ? എന്റെ നേരെ താഴെ ഭാഗത്തുള്ള ആള്? ഇപ്പുറമുള്ള ആള് ഗോഡ്വിൻ എഴുതിയെടുക്കുന്നുണ്ടോ? യെസ്, ഓക്കെ സാർ. യെസ് യെസ് യെസ്. പെട്ടെന്ന്. A straight line that makes the right angle with the other line. ഒരു ലൈൻ മറ്റേ ലൈനിനെ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ അല്ലേ? റൈറ്റ് ആംഗിൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വിളിക്കും. ക്ലിയർ? സെറ്റ്? ഡൺ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഓക്കെ, ഒരു വെടിക്ക് 2 പക്ഷിയാണ് മക്കളെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അയാളാണ് പെർഫെക്റ്റ് സ്ക്വയർ. എന്താണ് സാറേ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? മക്കളെ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കണേ, ഒരു വെടിക്ക് 2 പക്ഷിയാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങൾക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഉയർന്ന ഹൈസ്കൂളിലൊക്കെ പോകുമ്പോൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 8ാം ക്ലാസ്സിലായാലും 9ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ്സിലായാലും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എടാ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 × 1 ആണ്. എത്രയാടാ 1 × 1 എന്ന് പറഞ്ഞാൽ? സാർ അത് 1 ആണ്. എടാ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സാർ അത് 2 × 2 ആണ്. എത്രയാടാ 2 × 2? സാർ അത് 4 ആണ്. ക്ലിയർ? എടാ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 3 × 3 ആണ്. എത്രയാടാ 3 × 3? സാർ അത് 9 ആണ്. യെസ്, ആദിൽ അഹമ്മദ് ആൻഡ് ഗൗരിക്കുട്ടി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. എത്രയാടാ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? സാർ നമുക്ക് ഒരാളെ വിളിക്കാം സാർ. എത്രയാണ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? യെസ് സാർ. ഫാത്തിമ റംസാൻ. യെസ്, ഫാത്തിമ കുട്ടി. എത്രയാണ് ഫാത്തിമ കുട്ടി 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? ഫാത്തിമ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. അവിടെ ഓപ്ഷൻ വരുമ്പോൾ ഓക്കെ കൊടുക്കും. ഫാത്തിമ എത്രയാണ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? ഒരുപാട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ മുഹമ്മദ് ഷഹബാസ്, ഗൗരി. യെസ് യെസ് സാർ. അടുത്ത വിളിച്ചോളൂ. ആദിൽ എത്രയാണ് ആൻസർ? ഓക്കെ, ഫാത്തിമ ഷസിയാണ്. അല്ല, ഓക്കെ ഫാത്തിമ. ആദിൽ എത്ര ആൻസർ? ആദിൽ കേൾക്കുന്നുണ്ടോ? നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. സോ ഒരുപാട് 5 × 5 എന്ന് പറഞ്ഞാൽ സാർ അതെനിക്കറിയാം, അത് 25 ആണെന്നറിയാം. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ സാറല്ലേ പറഞ്ഞത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന്, എന്നിട്ട് ഇവിടെ ഇപ്പൊ ഒരു പക്ഷിയല്ലേ പഠിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സോ മക്കളെ രണ്ടാമത്തെ പക്ഷിയെ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. എടാ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ മക്കളെ നമ്മൾ ഇങ്ങനെ ഇടുന്നതിനെയാണ് സ്ക്വയർ റൂട്ട് എന്ന് വിളിക്കുന്നത്, അഥവാ √1 എന്ന് വിളിക്കും. √1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ് സാറേ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 4 ആണെങ്കിൽ √4 എന്ന് പറഞ്ഞാൽ അത് എത്രയായിരിക്കും മക്കളെ? അത് 2 ആയിരിക്കും. എടാ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണെങ്കിൽ മക്കളെ √9 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? അത് 3 ആണ്. ക്ലിയർ? മക്കളെ എന്റെ മക്കൾ എന്ത് പഠിക്കണം? 1 മുതൽ 15 വരെ എന്റെ മക്കൾ പഠിക്കണം. അറ്റ്ലീസ്റ്റ് 1 മുതൽ 15 വരെയെങ്കിലും നിങ്ങൾ പഠിക്കണം. സാറേ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 × 8 അത് 64 ആണ്. അങ്ങനെയാണെങ്കിൽ √64 എത്രയാ? അത് 8 ആണ്. എടാ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റേതും പഠിക്കാം. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണെങ്കിൽ √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കമന്റ് ചെയ്ത്. യെസ്, അത് 5 ആണ്. ക്ലിയർ? മനസ്സിലായോ മക്കളെ? ഇത് സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞേ. എന്റെ മക്കൾക്ക് ഇത് സെറ്റ് ആണ്. എനി ഡൗട്ട്? നോ ഡൗട്ട്. സെറ്റ് ആണ്. യെസ്. അങ്ങനെയാണെങ്കിൽ സാർ നമുക്ക് ഒരാളെ വിളിക്കാം സാർ. യെസ്. ആരാണ്? ദയാ പാർവതി. ദയക്കുട്ടി ഒന്ന് അഡ്മിറ്റ് ചെയ്തേ. ദയക്കുട്ടി ഗയാണ്. ഗയാ പാർവതി. ഓക്കെ, ഗയക്കുട്ടി ഒന്ന് അഡ്മിറ്റ് ചെയ്തേ. മക്കളെ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? ഗേക്കുട്ടി
അടുത്ത ആൾ വിളിച്ചോ സാർ. നജ ഫാത്തിമ. ബാക്കിയുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ. യെസ് ഗൗരിക്കുട്ടി, റൈറ്റ് ആൻസർ. ഹായ് നജ ഫാത്തിമ, എത്രയാണ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? 100. യെസ് സാർ, അതെനിക്കറിയാം സാർ. 10 into 10 ആണ്. അത് എത്രയാണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ മോളെ റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്രയാണ് റൂട്ട് 100 എന്ന് പറഞ്ഞാൽ? ആരാണ്? ലിയോൺ ആണോ അൺമ്യൂട്ട് ചെയ്തത്? നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ സാർ, അടുത്ത വിളിച്ചോ. ഗൗരി, എത്രയാണ് റൂട്ട് 100 എന്ന് പറഞ്ഞാൽ? ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് ഞാൻ കാണുന്നുണ്ട്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്ര? എത്രയാ ഗൗരി? കേൾക്കുന്നുണ്ട്? ഞാൻ കേൾക്കുന്നില്ല. എത്രയാ? പറ. ശരിയാണ്, അവൾ പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. ഐ തിങ്ക് നിന്റെ എനിക്ക് കേൾക്കുന്നില്ല. ഇയർഫോണിലാണോ കുത്തിവെച്ചിരിക്കുന്നത്? ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഊരി വെച്ചാൽ ചിലപ്പോൾ എനിക്ക് കേൾക്കാം. എനിക്ക് ഇപ്പോൾ നീ പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല. ഇല്ല ക്ലിയർ ആവുന്നില്ല കേട്ടോ ഗൗരിക്കുട്ടി. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. അവൾ കമന്റ് ചെയ്തിട്ടുണ്ട് 10 എന്ന് പറയുന്നത് കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ഓൾറെഡി. സോ ഇതാണ് നിങ്ങൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ. മക്കളെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്യണം. എത്രയാണടാ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എത്രയാണ്? എന്റെ മക്കൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നു, സാറേ 6 into 6 എന്ന് പറഞ്ഞാൽ 36 ആണ് സാറേ. അങ്ങനെയാണെങ്കിൽ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്രയാടാ? അത് 6 ആണ്. അത് 6 ആണ്. സെറ്റ് ആണല്ലോ എന്റെ മക്കൾക്ക്. ഇത് ക്ലിയർ ആണോ? സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞേ. ക്ലിയർ ആണോ? തലയാട്ടിക്ക് സെറ്റ് ആണോ? സെറ്റ് ആണ് സാർ. സോ മകളെ, ഈ പറഞ്ഞത് വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൗട്ട് എന്ന് കമന്റ് ചെയ്യുക. സെറ്റ് ആക്കിയിട്ട് മാത്രം എന്റെ മക്കൾ പോവുക. റെഡി ആണല്ലോ മക്കളെ? എന്റെ മക്കള് ആംഗിൾസ് കുറിച്ച് പഠിച്ചോ, ആംഗിൾസ് നോക്കാൻ പഠിച്ചോ, ആംഗിൾസ് വരക്കാൻ പഠിച്ചോ, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് പഠിച്ചോ. ഇതെല്ലാം നിങ്ങൾ ഇനി സെറ്റ് ആക്കണം. ഇനി ഒരിക്കലും മറക്കരുത്. അത് സെറ്റ് ആണ്, ഇനി മറക്കരുത്. യെസ് സാർ. ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തില്ല, അത് പോയി. യെസ്, ഒരുപാട് പേര് സെറ്റ് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, സോ എടാ ഒരു പാട്ട്, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പാട്ട് പാടുന്നവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ ഒരു പാട്ട് പാടാൻ? എനിവൺ ഹാൻഡ് റൈസ് ചെയ്യോ പാട്ട് പാടുന്നവർ? ഇല്ലെങ്കിൽ ഞാൻ പാടും കേട്ടോ. എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ്. പിന്നെ എന്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ പാടേണ്ടി സാർ, ഇവരൊന്നും പാടത്തിരുന്നില്ല. യെസ്, അങ്ങനെയാണോ? ഉദികത്തും മിക തിങ്കൾ ഫിറൈ കാലം തിരുനാളെ സുദിവാശം മധു തിങ്കം മെഹബൂബിൻ ഫിറയാലെ കതിരവനതിനൊളിയുഗം ഫിറലല കതിരലലലലലലലല എങ്കും തതമിതൽ എങ്കും തുകിമുകൾ എങ്കി സൊബിയിലെ താനം തികമിക നബികളിൽ അടതുല അവരുടെ ഫിറൈ കഥ ഉരിയുടെ ബദറനന്ദാനം ലെങ്കു രംഗ ബിങ്കാല ചങ്കാലേ ലെങ്കു മദഹുകൾ എങ്കു പ്രങ്കാലേ. താങ്ക് യു. നിങ്ങൾ ആരും പാടുന്നതുകൊണ്ട് എന്റെ പാട്ട് നിങ്ങൾക്ക് കേൾക്കേണ്ട വന്നു. ഓക്കെ, സോ സഹിക്കുക. സോ മകളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരും ഹാൻഡ് റൈസ് ചെയ്തില്ല. ഒരുപാട് സന്തോഷം. സൂപ്പർ സോങ്. താങ്ക് യു. സോ മകളെ, ആർക്കും ഡൗട്ട് ഇല്ല. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് നിർബന്ധമായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയുക. സത്യസന്ധമായിട്ട് ഫീഡ്ബാക്ക് പറയുക. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ബൈ.